അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. വലിയ സന്തോഷത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ മെഹ്റം ഇല്ലാതെ വരുന്ന ഹാജിമാരുടെ വീഡിയോ ചെയ്തതിൽ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ ഹജ്ജിന് വന്നിട്ടുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ ഒരു സന്തോഷം കണ്ടപ്പം ആ ഒരു കമന്റിലൂടെ അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇന്നലത്തെ ആ വീഡിയോന് താഴെ മറ്റു കുറച്ച് കമന്റുകൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ വരുന്ന മെഹ്റം ഇല്ലാതെ വരുന്ന കുറച്ച് ഹാജിമാരുടെ ഡീറ്റെയിൽസും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല. എന്നാലും രാത്രി ഞാൻ അവിടെ പോയി ആ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്. ഇത് കണ്ടോ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാട്ടോ ഇത്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കും കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ കണ്ടോളേ. മാഷാ അല്ലാഹ്, എല്ലാ ഹാജിമാരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2-3 വീഡിയോ ഞാൻ ചെയ്തു, ഹാജിമാർ ഇറങ്ങി വരുന്നതൊക്കെ അങ്ങനെ കാണിച്ചിട്ടുള്ള വീഡിയോസ്. പക്ഷെ അതിലൊന്ന് ഇങ്ങനെ സന്തോഷത്തിൽ ചിരിച്ച് ഇറങ്ങി വരുന്നവരെ ഇന്നലെയാണ് ഞാൻ കണ്ടത്. എന്തായാലും വലിയ സന്തോഷം. അതൊക്കെ കാണുമ്പോഴാണ് നമുക്കും സന്തോഷം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവും എന്നറിയാം. എന്നാലും നല്ല സ്വീകരണം തന്നെയാണ് അവർക്കും കിട്ടിയിട്ടുള്ളത്. ഇവർ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ജിദ്ദ എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടുന്ന് മക്കയിലേക്ക് വന്നവരാണ്. ഏകദേശം 172ഓളം ഹാജിമാരുണ്ട്. ഇവർ വന്നിട്ടുള്ള ബിൽഡിങ് 179ാമത്തെ ബിൽഡിംഗ് ആണ്. എന്തായാലും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. തൊട്ടടുത്ത ഡിസ്പെൻസറികളും പിന്നെ വീൽ ചെയർ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ മെഹ്റം ഇല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പല സഹായങ്ങളും അവർക്കും കിട്ടുന്നതാണ്. സ്ത്രീകളുടെ വളണ്ടിയേഴ്സ് അവിടെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ എന്ത് സൗകര്യങ്ങൾക്കും. അതുമാത്രമല്ല, മെഹ്റമില്ലാതെ വന്നിട്ടുള്ള സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒന്നും പുരുഷന്മാർക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാറുണ്ട്, വളണ്ടിയേഴ്സിൻ്റെ. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, മെഹ്റമില്ലാതെ വന്നിട്ടുള്ള ഈ ഹജ്ജുമ്മമാർ താഴെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ വരുമ്പോൾ ഇതുപോലെ വളണ്ടിയേഴ്സ് ആണുങ്ങൾ പുറത്തുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ അവർക്കും കഴിയാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാജിമാരും അതുപോലെ തന്നെ ഇന്നലെ ഇതേപോലെ മെഹ്റമില്ലാതെ വന്നിട്ടുള്ള ഹാജിമാരുണ്ട്. ഇതേ ബിൽഡിങ്ങിലേക്ക് തന്നെ 179ാമത്തെ ബിൽഡിങ്ങിലേക്ക് തന്നെ വന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ാം നമ്പർ മക്തബിൻ്റെ അണ്ടറിലാണ് വരിക. അങ്ങനെ ഓരോ മക്തബിനും ഓരോ നമ്പർ ഉണ്ട്. അതായത് ഓഫീസ് ഇങ്ങനെ ഈ മുത്തവഫിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉംറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരാണ് വരിക. അതുപോലെ തന്നെ മിനയിലേക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്ന സമയത്ത് മിനയിലേക്കും മുസ്തലിഫയിലേക്കും അറഫയിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഈ മക്തബുകാരുണ്ടാവും. അപ്പോൾ 20ാം നമ്പറിൻ്റെ അണ്ടറിലുള്ള മലയാളികളും അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള ഹാജിമാരൊക്കെ അവരൊക്കെ ഒരുമിച്ചാണ് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ എന്തായാലും കാഴ്ചകൾ കാണുക. അവരെ സ്വീകരിക്കുന്നത് കാണാൻ നല്ല മധുരം നൽകിയിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാ സമയത്തും ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെക്കിങ് ഉണ്ടെങ്കിൽ പോലും എന്താണ്, ഇവർക്കിത് വർഷങ്ങളോളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഇതില്ലാതെ ഹജ്ജിൻ്റെ സമയത്ത് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞ ഒരാളും കൂടി ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ കാര്യം പറയുന്നത്. എന്തായാലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഇത്തവണ എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ കഴിയട്ടെ. ബിൽഡിങ്ങിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ഇവർക്ക്, ഉമ്മമാർക്ക്. എന്തായാലും പ്രായമുള്ളവരും ഉണ്ട്, പ്രായം വളരെ കുറഞ്ഞ ആളുകളും ഉണ്ട് കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, ഹജ്ജിനൊന്ന് വരണം. ഹജ്ജിന് കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ടാകും ഈ വീഡിയോ കാണുന്നതിൽ. ഹജ്ജിന് കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത വർഷമൊക്കെ കൊടുക്കും. എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്തും ഉണ്ടാകണ്ടേ. അപ്പോൾ ഹജ്ജിന് വരാനൊക്കെ കഴിയട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 4 ബസ് വരുന്നെന്നും 2 ബസ് നേരത്തെ വന്നിരുന്നത്. ഇപ്പോൾ വേറെ 2 ബസ്സും കൂടി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നും ഇതേപോലെ ഏകദേശം 40ഓളം വരുന്ന ഉമ്മമാർ അതിൽ നിന്നും ഇറങ്ങും കേട്ടോ. ഇപ്പോൾ അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ലഗേജുകളൊക്കെ ബസ്സിൽ തന്നെയാണ്. എന്തായാലും സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ ഹജ്ജിന്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അസീസിയ ഭാഗം മുഴുവൻ ഹാജിമാരെ കൊണ്ട് നിറയും. അങ്ങനെ ഹാജിമാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അസീസിയ ഭാഗം അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പോകുമ്പോഴാണ് ശരിക്കും ആ ഒരു ഭാഗം ആളുകളൊക്കെ, കാരണം പകല് നല്ല ചൂടും കാര്യങ്ങളായതുകൊണ്ട് തന്നെ കൂടുതലും ഹാജിമാരൊന്നും പുറത്തിറങ്ങാറില്ല.
ബസ്സിലൊക്കെ ഹറമിലൊക്കെ പോകും, തിരിച്ചു വരും. പക്ഷേ ഹാജിമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകൾ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും എല്ലാ വർഷവും പല കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ തിരക്കാകുന്ന സമയത്ത് ഹാജിമാരൊക്കെ ഇങ്ങനെ അസീസിയിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത്, അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയമുണ്ടല്ലോ, അവർ സാധനങ്ങളൊക്കെ മേടിക്കാനും പള്ളിയിലേക്ക് പോകുന്നൊക്കെ കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലൂടെ കാണിച്ചു തരാം. പലരെയും പരിചയപ്പെടാറുണ്ട്, പല ഹാജിമാരെയും പരിചയപ്പെടാറുണ്ട്, അവരോടൊക്കെ സംസാരിക്കാറുണ്ട്, അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അവരൊക്കെ എല്ലാവരും സന്തോഷത്തിലാട്ടോ. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിലും ഒക്കെ ആകെ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂടാണ്. ഈ ഒരു ചൂട് ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഹജ്ജ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതിലാരൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റേ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.